ഹലോ നമസ്കാരം. അപ്പോൾ നമുക്ക് ഇന്നത്തെ 22/4/26 പവിത്രത്തിൻ്റെ കഥയാണ് കേട്ടോ പറയാൻ പോകുന്നത്. അപ്പോൾ ആ കഥയിൽ നമ്മുടെ വിക്രം ശ്രീനി സാറിനെ കാണാൻ വേണ്ടി പോകുന്നുണ്ടല്ലോ. അപ്പോൾ ശ്രീനി സാറിനായിട്ട് കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പറയും, സാറിനോട് ഞാനൊരു കാര്യം പറയാൻ വേണ്ടി വന്നതാണ്. അത് ഇപ്പോൾ പിള്ള സാറിൻ്റെ പെങ്ങളുടെ മോളിങ്ങനെ ഒരു പ്രാവശ്യം അറിയാമല്ലോ സാറിന് എന്താ സംഭവിച്ചതെന്നല്ല. അപ്പോൾ ടി എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ഒരാളുണ്ട്, മാനേജറാണ് അയാൾ സാറിനെ അറിയും എന്ന് പറയാണ്. അപ്പോൾ പറയും, ടി എസ്റ്റേറ്റിൽ വർക്ക് ചെയ്യുന്ന ആളായിട്ട് എനിക്ക് അത്ര വലിയ പരിചയമൊന്നുമില്ല എന്ന് പറയും. സാറിനെ അറിയാം എന്ന് പറയും. പിള്ള സാറിൻ്റെ അപ്പോഴാണ് പിള്ള സാറിൻ്റെ പെങ്ങളുടെ മോള് ഞാനറിയാതെ അത് എന്നോട് സാറ് പറഞ്ഞില്ല, അവനെ കൊല്ലാൻ നോക്കിയതാണ്, സാറിന് ഓർമ്മയുണ്ടോ, സാറാണ് അത് ചെയ്തതെന്നൊക്കെ പറയും. അപ്പോൾ ഇയാൾ ഞെട്ടുകയാണ് ശ്രീനിവാസൻ. അപ്പോൾ പറയും, അത് ഇപ്പോഴും എങ്ങനെ എന്നൊക്കെ ചോദിക്കുക. അപ്പോൾ പറയും, സാറേ ഞാനിപ്പോൾ ഞങ്ങൾ താമസിക്കുന്ന അടുത്താണ് ആ ടി എസ്റ്റേറ്റ്, അതിലാണ് ഇപ്പോൾ അയാൾ ഇതായിട്ട് അയാൾ അവിടെ നിന്ന് രക്ഷപ്പെട്ടതാണ്. ഒരു പ്രാവശ്യം ആ പെൺകുട്ടീനെ വേദ ഹോസ്പിറ്റലിൽ വെച്ച് കാണും ചെയ്തിട്ടുണ്ട്, ശ്രീലക്ഷ്മീനെ. അന്ന് അവളും കുറേ പറഞ്ഞിട്ടുണ്ട്. ഇതുവരെയും പക്ഷേ കല്യാണം കഴിച്ചിട്ടുള്ള ഒരു റൂമിൽ ഇങ്ങനെ സന്യാസിനിയെ പോലെ കഴിയാണ് ആ കുട്ടി. അങ്ങനെ മതിയോ, എനിക്കിപ്പോൾ നല്ല കുറ്റബോധം തോന്നുന്നുണ്ട് അത്. അപ്പോൾ അവരെ ഒന്നിപ്പിക്കാം എന്നുള്ളൊരു ഇതിലാണ് ഞാൻ എന്നൊക്കെ വിക്രം പറയുകയാണ് കേട്ടോ. അപ്പോൾ പറയും, അത് വേണോ, നമ്മൾ പിന്നെ അതൊക്കെ വിട്ട കേസല്ലേ വിക്രം എന്ന് പറയും. പക്ഷേ എനിക്കിപ്പോൾ അതിന് കഴിയുന്നില്ല സാർ, എനിക്കിപ്പോൾ മനസ്സിലാവുന്നുണ്ട് സ്നേഹിക്കുന്നവർ തമ്മിൽ അകലുമ്പോഴുള്ള ആ വിഷമം എത്രത്തോളം ഉണ്ടെന്ന് ഞാൻ ശരിക്കും ഇപ്പോൾ മനസ്സിലാക്കുന്നുണ്ട് സാർ. സാറ് എന്നെ ഉപദ്രവിക്കരുത്, സാറ് എൻ്റെ കൂടെ നിന്നില്ലെങ്കിലും ഉപദ്രവിക്കരുത് എന്നിങ്ങനെ പറയുകയാണേ. എന്നിട്ടങ്ങനെ പറയുകയാണ് ശ്രീനി സാറിൻ്റെ കാലൊക്കെ പിടിച്ചിട്ട് ഇങ്ങനെ തൊട്ട് നെറുകിലൊക്കെ വെച്ചിട്ട് അവൻ പോവുകയാണ് വിക്രം. അപ്പോൾ പുള്ളിക്ക് ആകെ വിഷമമാവുകയാണ് കേട്ടോ. കാരണം പുള്ളിയും ഇത് ഇത്രയും പ്രതീക്ഷിക്കുന്നില്ല. ടോട്ടലി വിക്രം മാറി. അതിന് വേണ്ടിയിട്ടാണ് വന്നത്, അവരെ ഒന്നിപ്പിക്കണം. ഞാൻ അവളുമായിട്ട് സംസാരിച്ചു, നാളെ പുലർച്ചെ ഞാൻ അവളെയും കൊണ്ട് പോവും, ബാക്കിയെല്ലാം അവിടെ വെച്ച് എല്ലാം അറേഞ്ച് ചെയ്തിട്ടാണ് ഞാൻ വന്നത് എന്നൊക്കെ പറയും കേട്ടോ. ഇയാളിതൊക്കെ കേട്ടോ അന്തം വിട്ടിരിക്കുകയാണ്. കാരണം ആകെ ടോട്ടൽ മാറിപ്പോയി വിക്രം. അങ്ങനെ അവിടുന്ന് വിക്രം പോവുകയാണ്. പിന്നെ കാണിക്കുന്നത് ഈ ജീപ്പും കൊണ്ട് ഈ പെൺകുട്ടിയുടെ വീടിൻ്റെ അവിടെ എത്തുമ്പോൾ വിളിക്കുന്നുണ്ട്. അപ്പോൾ പറയും, ഞങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട്, അറിയാം, ഞാൻ ഇറങ്ങാം ചേട്ടാ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ആ പെൺകുട്ടി ബാഗ് കൊടുത്തിട്ട് പുറത്ത് വരുമ്പോൾ വാതിൽ തുറക്കുന്ന സമയത്ത് തന്നെ വീട്ടിലെ ഹാളിലെ ലൈറ്റ് കത്തുന്നുണ്ട്. അപ്പോഴേക്കും ഇവളുടെ അമ്മ കാണുക. അപ്പോൾ ചോദിക്കും, നീ എങ്ങോട്ട് മോളെ ഈ നേരത്തെ പറയുമ്പോൾ, ഞാൻ പോവുകയാണ്, ഇനി ഞാൻ നിങ്ങളുടെ തടങ്കലില്ല, എനിക്ക് രക്ഷപ്പെടണം, എനിക്കിഷ്ടമുള്ള ആളെ കൂടെ പോകാമെന്നും പറഞ്ഞിട്ട് പോരുന്നുണ്ട്. അപ്പോൾ പിന്നാലെ കരഞ്ഞിട്ട് വരികയാണ് അമ്മ. പിന്നെ പോവല്ലേ മോളെ, പോവല്ലേ മോളെ എന്നും പറഞ്ഞിട്ട്. പക്ഷെ അവളത് കേൾക്കാണ്ട് ഓടിപ്പോയിട്ട് ജീപ്പിൽ കയറിയിട്ട് അങ്ങനെ പോവുക. അങ്ങനെ തിരിച്ച് ഇവർ വീട്ടിൽ വന്നിട്ട് എല്ലാവരെയും വിളിക്കുകയാണ്. അപ്പോൾ പറയും, മോള് പോയി, ഏതൊരു ജീപ്പ് പുറത്ത് വന്ന് നിന്നിട്ട് അതിൽ പോയി എന്ന് പറയും. അപ്പോൾ അങ്ങനെ വിടരുത്, പാർട്ടി ഓഫീസിലേക്ക് പിള്ളച്ചേട്ടനെ വിളിച്ച് എന്നിട്ട് എല്ലാവരും കൂടെ ഇറങ്ങാൻ പറയുകയാണ്. അങ്ങനെ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ വിളിച്ച് പറഞ്ഞ് ഇവരുടെ ജീപ്പിനെ ഫോളോ ചെയ്തിട്ടൊരു ഇന്നോവ കാർ വരുന്നുണ്ട്. അപ്പോൾ പിന്നിൽ രാജേട്ടനും ജോസഫേട്ടനും ഇരിക്കുന്നുണ്ട്. ഈ കുട്ടീൻ്റെ മുന്നിലും പിന്നിൽ ഇരുത്തിയിട്ടാണ് കൊണ്ടുവന്നത്. പിന്നെ ഇവിടെ വെച്ചിട്ട് മുന്നിലേക്ക് മാറുന്നുണ്ട്. അപ്പോൾ ജോസഫ് പറയുന്നുണ്ട്, എടാ വിക്രം, ഒരു കാറ് നമ്മളെ ഫോളോ ചെയ്യുന്നുണ്ട് കേട്ടോ എന്ന് പറയും. അപ്പോൾ ഇവൻ കുറച്ചും കൂടെ സ്പീഡിൽ ഓടിക്കുകയാണ് വണ്ടി. അങ്ങനെ അവിടുന്ന് പിന്നെ ഒരു കവലയിൽ വെച്ച് പിടിക്കുന്നുണ്ട്. മുന്നിൽ വേറൊരു വണ്ടിയും കൂടെ നിന്നിട്ട് അതിൽ നിന്നൊക്കെ നിറയെ ഗുണ്ടകൾ ഇറങ്ങുകയാണ്. അങ്ങനെ അവിടെ വെച്ച് ഉഗ്രനടി. അപ്പോൾ ഇറങ്ങുന്നേരം രാജേട്ടൻ ആരെയും ശ്രീലക്ഷ്മീൻ്റെ അടുത്തേക്ക് വരാതെ നോക്കണം, അവളെ സേഫാക്കി വെക്കണം എന്ന് പറയും. അതിൽ പുള്ളി എന്ത് ചെയ്യും, ഒരു വടിവാളൊക്കെ എടുത്ത് ശ്രീലക്ഷ്മീൻ്റെ അടുത്ത് പോയി അവിടെ നിൽക്കും. അങ്ങനെ അവിടുന്ന് ഒരുത്തൻ്റെ കയ്യിനൊക്കെ ഒരു വെട്ടൊക്കെ കൊടുക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ രാജേട്ടൻ. അവിടുന്ന് ഉഗ്രനടി അടിച്ച് അവസാനം പക്ഷെ എന്ത് ചെയ്യും, ഈ ഗുണ്ടകളൊക്കെ പടെ ജോസഫിനെയും രാജേട്ടനെയും വിക്രമിനെയും വളഞ്ഞിട്ട് പിടിക്കുന്നുണ്ട് കേട്ടോ. അങ്ങനെ ചുറ്റി പിടിക്കുന്ന സമയത്ത് പിന്നെ ഇവർക്ക് ഒന്നും ചെയ്യാൻ പറ്റാത്ത അവസരം ലോക്ക് ചെയ്ത് വെച്ചു. അങ്ങനെ അപ്പോഴേക്കും എന്ത് ചെയ്യും, അവിടേക്കൊരു കാറിൽ ശ്രീനിസാർ വരികയാണ്. ശ്രീനിസാറിനെ കണ്ടപ്പോൾ നമ്മളൊക്കെ വിചാരിക്കും ശ്രീനിസാർ ഒരു വില്ലൻ കഥാപാത്രമായോ എന്ന് വിചാരിക്കും നമ്മൾ കേട്ടോ. പുള്ളി വന്നിട്ടൊരു സിഗരറ്റൊക്കെ കത്തിച്ചിട്ട് വരുമ്പോൾ ഈ ഗുണ്ടകൾക്കൊക്കെ പിന്നെ പുള്ളിയെ അറിയാമല്ലോ. പുള്ളിയെ കാണുമ്പോൾ അപ്പോൾ അവർ ഇത്തിരി കൂടി സ്ട്രോങ് ആവുകയാണേ. കാരണം ആ പയ്യനെ തല്ലാനും ഒക്കെ ഇയാൾ മുന്നിലുണ്ടായിരുന്നുകൊണ്ട് ആ ഗുണ്ടകളൊക്കെ ഒന്നും കൂടി സ്ട്രോങ് ആവുന്നുണ്ട്. അങ്ങനെ പിന്നെ ചെല്ലിയാണ്, എവിടെടാ അവനെ എന്ന് പറയുകയാണ്. അപ്പോൾ മാറി നിൽക്കുക എന്ന് പറയും. അങ്ങനെ വിക്രമിനെ വിട്ട് എല്ലാവരും മാറി നിൽക്കുന്നുണ്ട്. അപ്പോൾ പറയും, നിങ്ങളൊക്കെ വന്ന വണ്ടിയിൽ തന്നെ തിരിച്ചു എന്ന് പറയും. ഈ വിവരം പിള്ള സാറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം, ഇതിൻ്റെ മുകളിൽ ഇനി ഒന്നും ചെയ്യേണ്ടെന്ന് ഞാൻ വിവരം പറഞ്ഞോളാം എന്ന് പറയുകയാണ്. അപ്പോൾ
ഈ ഗുണ്ടകളും വന്ന പാർട്ടിയുടെ ആൾക്കാരും എല്ലാവരും ഇങ്ങനെ അന്തം വിട്ട് നോക്കണം ഇയാളെന്താ ഈ കാണിക്കണം എന്നുള്ളതിൽ. അപ്പോൾ പറയും, എടാ നീ ഇന്ന് എന്നോട് അത് വന്ന് പറഞ്ഞപ്പോൾ എനിക്ക് നീ പോയതിന് ശേഷമാണ് തോന്നിയത്, എന്തായാലും നിൻ്റെയും ഏതിൻ്റെയും കല്യാണം നടക്കാൻ നിൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ തന്നെ കാരണം ഈ ഇവരുടെ കല്യാണമായിരുന്നില്ലേ, അതുകൊണ്ടാണല്ലോ ഇത്രയും പ്രശ്നങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് വന്നത്. അത് തിരുത്തണമെന്ന് നിനക്ക് തോന്നുമ്പോൾ എനിക്കും അതേ ചിന്ത തോന്നണ്ടേടാ, എനിക്കും അത് തോന്നി, അതുകൊണ്ട് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഇങ്ങോട്ട് വന്നത് എന്നറിയും. നിങ്ങൾ പൊക്കോ, ഒന്നും സംഭവിക്കില്ല എന്നറിയും. ഞാൻ പുള്ളിയോട് ഞാൻ വിളിച്ച് പിള്ളസാറിനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം എന്നങ്ങനെ പറയുകയാണ് കേട്ടോ. അങ്ങനെ അവർ ഗുണ്ടകളൊക്കെ പോവും, വിക്രമിനെ പറഞ്ഞയക്കാൻ, വിക്രം കെട്ടിപ്പിടിക്കുകയാണ്, ശ്രീനി സാറിനെ കെട്ടിപ്പിടിക്കുകയാണ്. എന്നിട്ട് നിങ്ങൾ പൊക്കോ, ഒന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞിട്ട് അങ്ങനെ ഇവരെ വിടുകയാണ്. പിള്ളസാറ് ശ്രീനി സാറ് ഭയങ്കര സന്തോഷത്തിൽ നിൽക്കാൻ, രാജേട്ടനും ജോസഫൊക്കെ അവിടെ ഇറങ്ങുന്നുണ്ട് പിന്നെ ഇവർ രണ്ടുപേരും തനിച്ച് വിടുക. അപ്പോൾ ശ്രീലക്ഷ്മി വന്നിട്ട് പറയുക, കാരണം ഇയാളെ കാണുമ്പോൾ തന്നെ ഇവൾക്ക് പേടിയാണ്. ശ്രീനിമാമൻ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ പറയും, മോളെ നിൻ്റെ ജീവിതം ഇങ്ങനെ ആവാൻ ഒരു തരത്തിൽ ഞാനും കാരണക്കാരനാണ്, അതുകൊണ്ട് ഇനിയൊന്നും വരാതിരിക്കട്ടെ, നിങ്ങൾ നീ എവിടെയും സന്തോഷമായിട്ട് ജീവിക്കുക, ഞാൻ അപ്പോഴേക്കും ഇവിടെ എല്ലാവരോടും പറഞ്ഞ് കാര്യങ്ങളൊക്കെ പറഞ്ഞ് മനസ്സിലാക്കിക്കാം എന്ന് പറയുകയാണ് കേട്ടോ. അങ്ങനെ ഇവർ വണ്ടി എടുത്ത് ഇവർ പോവുകയാണ്. അങ്ങനെ പോയി പിറ്റേ ദിവസം രാവിലെ ആകുമ്പോൾ അവിടെ എത്തുന്നുണ്ട്, വേദ വന്ന് നോക്കുന്നുണ്ട്. വേദ കാണുമ്പോൾ ഈ കുട്ടിക്ക് ഭയങ്കര സന്തോഷം തോന്നുന്നുണ്ട് കേട്ടോ, ഭയങ്കര എന്നിട്ട് അപ്പോൾ വേദ കാണുമ്പോൾ ഇവൾ ഓടിച്ചെല്ലുകയാണ്, ചേച്ചി എന്ന് പറഞ്ഞ് ഓടിച്ചെല്ലുകയാണ്. അപ്പോൾ വരുന്ന വഴിക്ക് തന്നെ ഇവൾക്ക് സാരിയും ബ്ലൗസും ഒക്കെ എടുത്തിട്ടുണ്ട്. അപ്പോൾ പറയും, സന്തോഷം എവിടെ വയ്ക്കുമ്പോൾ പറയും, നിങ്ങളെ അമ്പലത്തിൽ വെച്ചല്ലേ പിരിച്ചത്, അതുകൊണ്ട് നിങ്ങളെ അമ്പലത്തിൽ വെച്ചിട്ട് തന്നെ നിങ്ങളെ പരസ്പരം കാണാം എന്നുള്ള രീതിയിൽ ഞങ്ങളെല്ലാം റെഡിയാക്കിയിരിക്കുകയാണ്. നമുക്ക് ബ്ലൗസ് തയ്ക്കാൻ അടുത്തൊരു സ്ത്രീൻ്റെ എത്ര വേഗം തയ്ച്ചിരുന്ന് മേരി ചേച്ചി പറഞ്ഞിട്ടുണ്ട്, അപ്പോൾ അതിന് മുന്നേ നമുക്ക് കുറച്ച് പണികളുണ്ട്, നീ വന്നിനൊന്ന് ഒരുക്കിയെടുക്കണ്ടേ എന്നൊക്കെ പറഞ്ഞിട്ട് ഇവരങ്ങനെ ചെല്ലുകയാണ് കേട്ടോ. അപ്പോൾ ഇവളെയും വിളിച്ചുകൊണ്ട് ചെല്ലുക. അപ്പോൾ നമ്മൾ അനിയൻകുട്ടൻ പുറത്ത് ഇരിക്കുന്നുണ്ട്. അനിയൻകുട്ടൻ ഇങ്ങനെ ഇവിടെ വിദൂരതയിലേക്ക് നോക്കി അങ്ങനെ ഇരിക്കുകയാണ് നമ്മൾ അനിയൻകുട്ടൻ. അങ്ങനെയാണ് അപ്പോഴേക്കും പിന്നെ ഇവരുടെ കാരണം ഇവണ്ടല്ലോ നമ്മൾ ആദ്യത്തെ ടി എസ്റ്റേറ്റ് മാനേജറുണ്ടല്ലോ, അയാൾ ശ്രീകാന്തിനെ വിളിച്ച് വരുത്തിയിട്ട് ശ്രീകാന്ത് അങ്ങോട്ട് വരുന്നുണ്ട്. ശ്രീകാന്ത് അങ്ങോട്ട് വരുമ്പോൾ ഇയാൾ അവിടെ കാത്തിരിക്കുകയാണ്. അപ്പോൾ ശ്രീകാന്ത് വന്നിട്ട് ഇയാളെ ഫോൺ ചെയ്യുന്നുണ്ട്. ഫോൺ ചെയ്യുമ്പോൾ പറയും, ഇത് ചുമന്ന കാറാണോ എന്ന് ചോദിക്കുമ്പോൾ അതെ, അതാ ഞാൻ ഇവിടെ തന്നെ ഉണ്ടെന്ന് പറയുന്നത്. അങ്ങനെ ഇവർ തമ്മിൽ പരസ്പരം അവിടെ വെച്ച് കാണുന്നുണ്ട്. ശ്രീകാന്തും ആദ്യത്തെ ആ ടി എസ്റ്റേറ്റ് മാനേജർ റോബിൻ എന്താണെന്ന് മറ്റൊന്ന് തോന്നുന്നു അയാളെ പേര്, അയാളും തമ്മിൽ കാണുന്നുണ്ട്. അപ്പോഴേക്കും എന്താണ് ഇനി സംഭവിക്കാൻ പോണത് എന്നുള്ളതാണ് ആകെ കൺഫ്യൂഷനായിരിക്കുന്നത്. എന്തായാലും നല്ല ഒരു എപ്പിസോഡാണ് ഇന്നത്തെ എപ്പിസോഡ്, ആരും മിസ്സാക്കാതെ കാണണം. ഞാനെൻ്റെ റിവ്യൂ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. അതുപോലെ എന്താ പറയുക, ഇനിയിപ്പോൾ നാളെ നമ്മളുടെ അനിയൻകുട്ടൻ ബോധം ഇട്ട് അമ്പലത്തിൽ വീഴണമൊക്കെ ഉണ്ട്. ഒരുപക്ഷെ ദൈവം അനുഗ്രഹിച്ച് എല്ലാം ശരിയാവുമെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ എല്ലാവരും കാണുക. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട എൻ്റെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കണൊക്കെ അമർത്തില്ല, ബെല്ലൈക്കൊക്കെ ചെയ്ത് നമ്മളെ ഒന്ന് സപ്പോർട്ട് ചെയ്യാം. ഓക്കെ, താങ്ക് യു.